വാർത്തകൾ വിശദമായി. ഷാഫി പറമ്പിൽ എംപിക്കെതിരെ ഗുരുതര ലൈംഗിക ആരോപണങ്ങളുമായി CPM. ഷാഫിയും രാഹുൽ മാങ്കൂട്ടത്തിലും ഇക്കാര്യത്തിൽ കൂട്ടുകച്ചവടം നടത്തുന്നവരാണെന്നും CPM ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു. സ്ത്രീ വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കൾ പലരും രാഹുലിന്റെ അധ്യാപകരാണെന്നും സുരേഷ് ബാബു ആരോപിച്ചു. സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ ഹെഡ്മാസ്റ്ററാണ് ഷാഫി പറമ്പിൽ. ഹെഡ്മാസ്റ്റർ തന്നെ നല്ലൊരാളെ കണ്ടാൽ ബാംഗ്ലൂർ ട്രിപ്പ് പഠിക്കാമോ എന്നാണ് ചോദിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് രാഹുലിനോട് കാര്യങ്ങൾ ചോദിക്കുക? ഷാഫി മാത്രമല്ല, കോൺഗ്രസിലെ പല നേതാക്കളും സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ അധ്യാപകരാണ്. ഹെഡ്മാസ്റ്ററായിട്ടുള്ള ആളാരാ? ഇയാളെ MLA ആക്കാൻ പത്തനംതിട്ടയിൽ നിന്ന് ക്ഷണിച്ചുകൊണ്ടുവന്ന ഷാഫി പറമ്പിലാണ്. അല്ലേ? ഷാഫി പറമ്പിലെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഈ രാഹുൽ മാങ്കൂട്ടം ചെയ്തത് ഒരു തരത്തിലും ഞാൻ അംഗീകരിക്കില്ല. അയാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത് ശക്തമായ നടപടി ഇനിയും വേണം. അവൻ രാജിവെക്കണമെന്ന് പറയാൻ ഏതെങ്കിലും തരത്തിൽ ഷാഫി പറമ്പിൽ തയ്യാറാവുമോ? തയ്യാറാവില്ല. കാരണം എന്താ? കൂട്ടുകച്ചവടമാണ് ഈ കാര്യത്തിൽ കൂട്ടുകച്ചവടമാണ്. പരസ്യമായി ഇവരെക്കാളും കൂടുതൽ നേരിട്ട് ചോദിക്കണമെന്നാ പറയുന്നത് ചില ആളുകളെ കാണുമ്പോൾ. ആരെങ്കിലും ഒന്ന് നന്നായി കണ്ടാൽ എന്നാ പിന്നെ ബാംഗ്ലൂർ ട്രിപ്പ് അടിക്കുക എന്നാണ് ചോദിക്കുന്നത്. ആര്? ഹെഡ്മാസ്റ്റർ തന്നെ. ഹെഡ്മാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞോ, ഹെഡ്മാസ്റ്റർ തന്നെ അത് തന്നെ ചെയ്യാണ്. അപ്പൊ പിന്നെ രാഹുലിനെതിരെ എന്തെങ്കിലും ഉണ്ടോ? ഹെഡ്മാസ്റ്ററിന്റെയും മുകളിലുള്ള അധ്യാപകരാണ് ബാക്കിയുള്ളവര്. അതുകൊണ്ടാണ് ഇയാൾക്കെതിരെ അക്ഷരം മിണ്ടാത്തത്. എനിക്ക് തോന്നുന്നത് സതീശൻ പുറത്താക്കി എന്ന് പറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. അതൊക്കെ പിന്നീട് നമ്മൾ വെളിപ്പെടുത്താം. സഹികെട്ടാണ് VD സതീശൻ രാഹുലിനെതിരെ നടപടിയെടുത്തത്. കൊത്തി മുറത്തിൽ കയറി കൊത്തിയപ്പോൾ രാഹുലിനെതിരെ നടപടിയെടുക്കേണ്ടി വന്നുവെന്നും സുരേഷ് ബാബു പറഞ്ഞു. ഈ കേരളത്തിലെ സതീശനോളം തലയെടുപ്പുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ വകവയ്ക്കുന്നുണ്ടോ? രാഹുൽ മാങ്കൂട്ടം പുറത്തായി എന്ന് VD സതീശനും, എന്നാൽ അങ്ങനെ ഇയാളെ മാറ്റി നിർത്തേണ്ടതില്ല, അയാളെ കണ്ടാൽ സംസാരിച്ചാൽ എന്താ തെറ്റ് എന്നൊക്കെ ന്യായം പറഞ്ഞ് പിറകിലൂടെ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന സമീപനം കോൺഗ്രസിന്റെ നേതൃത്വം തന്നെ കാണിക്കുകയല്ലേ? അതീവ ഗുരുതരമായ ഒരു ആരോപണമല്ലേ നമ്മളെല്ലാം ഈ പറയുന്ന രാഹുലിനെതിരെ മാധ്യമങ്ങളിലൂടെ, ചാനലിലൂടെ കേട്ടറിഞ്ഞത്? കോൺഗ്രസുകാരൻ ഇദ്ദേഹം വീട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഉറപ്പിച്ചു പറയാം, ആത്മാഭിമാനമുള്ള കോൺഗ്രസുകാരൻ എന്റെ വീട്ടിൽ വരേണ്ടതില്ല എന്നതായിരിക്കും എടുക്കുന്ന നിലപാട്. അപ്പോ പാലക്കാട് മണ്ഡലത്തിലേക്ക് ഇദ്ദേഹം വന്ന് സാധാരണഗതിയിൽ ഈ നാട്ടിലെ മനുഷ്യന്മാരെ ഫേസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വല്ലാത്ത തൊലിക്കട്ടി തന്നെ വേണം. നമ്മൾ സാധാരണ പറയുന്നത് കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയേക്കാളും നല്ല കട്ടിയാണെന്നല്ല, ഇത് അപ്പുറം. UTV ന്യൂസ്, പാലക്കാട്.